മലബാർ ദേവസ്വം ബോർഡ് എടുത്തില്ല, കൂടൽമാണിക്യ ദേവസ്വം ബോർഡ് എടുത്തില്ല, ഗുരുവായൂർ ദേവസ്വം ബോർഡ് എടുത്തിട്ടില്ല, കൊച്ചിൻ ദേവസ്വം ബോർഡ് എടുത്തില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തിട്ടില്ല. ഒരു ദേവസ്വം ബോർഡും അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തില്ല. നേരെ മറിച്ച് ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം നോക്കി അവരുടെ സ്ഥലം നഷ്ടപ്പെടുന്ന സമയത്ത് അതിന് അനുകൂലമായിട്ട് നിൽക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ തങ്ങൾ വിശ്വാസികളല്ല, പക്ഷെ ദേവസ്വം ബോർഡുമായി എന്ത് വെട്ടിപ്പ് നടന്നാലും ഈ വിശ്വാസികളല്ലാത്ത CPM-കാർ പ്രതിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് നോക്കിയാൽ ആരോപണ വിധേയരാണ് പത്മകുമാർ, വാസു അടക്കമുള്ളവർ. അതെ. അപ്പോൾ തട്ടിപ്പ് നടത്തുന്നതും വെട്ടിപ്പ് നടത്തുന്നതിന് മുന്നിൽ നിൽക്കുന്നത് ഈ നേതാക്കളാണ്. അതിൽ അവർ മാത്രമല്ല, ഘടകകക്ഷികളുണ്ടാകണമല്ലോ. കാരണം പ്രതിനിധികൾ ഘടകകക്ഷി എന്ന് ഒരാളുണ്ടാവും. ഇപ്പം വാസു അദ്ദേഹം കമ്മീഷണറായിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു പിന്നീട്. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളാണ് വാസു. വാസുവിന് കൈകഴുകാൻ സാധിക്കുമോ? വാസു കൊണ്ടുവന്ന ആൾക്കാർ കൈകഴുകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ അവരുടെ ഒപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിന് വേണ്ടി മനസ്സിലാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഞാൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചല്ല, അവർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കൺസേൺഡ് മിനിസ്റ്റർ, അതോടൊപ്പം തന്നെ ആ മിനിസ്റ്റർക്ക് വീണ്ടും നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ വീടായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നിച്ച് എടുത്ത ഫോട്ടോ പോലും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.